ഹായ് ഫ്രണ്ട്സ്, ടെക് ബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിവിടെ കാണാൻ പോകുന്നത് ഇ-സഞ്ജീവനി OPD കുറിച്ചാണ്. വീട്ടിൽ നിന്ന് സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ എങ്ങനെ കാണാം, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇ-സഞ്ജീവനി OPD സംസ്ഥാനത്ത് COVID-19 വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മറ്റു രോഗങ്ങൾക്ക് കൂടി ചികിത്സ തേടി ആശുപത്രികളിലോ ക്ലിനിക്കിലോ പോകാൻ മടിക്കുകയാണ് മിക്കവരും. ഈ അവസ്ഥയ്ക്ക് ഉചിതമായ പരിഹാരമാണ് സർക്കാരിന്റെ ടെലിമെഡിസിൻ സംവിധാനമായ ഇ-സഞ്ജീവനി. പരമാവധി ആശുപത്രി സന്ദർശനം ഒഴിവാക്കി വീട്ടിലിരുന്നു കൊണ്ട് ചികിത്സ തേടുവാൻ കഴിയുന്ന സംവിധാനമാണിത്. സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉൾപ്പെടെ 35ലേറെ OP സേവനങ്ങളാണ് ഇ-സഞ്ജീവനി വഴി നൽകുന്നത്. തുടർ ചികിത്സയ്ക്കും കോവിഡ് രോഗികൾക്കും ഐസൊലേഷനിൽ ഇരിക്കുന്നവർക്കും ഗൃഹസന്ദർശനം നടത്തുന്ന പാലിയേറ്റീവ് കെയർ സ്റ്റാഫുകൾ ഉൾപ്പെടെ എല്ലാവർക്കും ഇ-സഞ്ജീവനി വഴി ഡോക്ടർമാരുടെ സേവനം തേടാം. ഹോം ഐസൊലേഷൻ കഴിയുന്നവർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടാൽ അവഗണിക്കാതെ ഇ-സഞ്ജീവനിയിൽ വിളിച്ച് സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ്. ഇതിലൂടെ വേണ്ട റഫറൻസിനൊപ്പം ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടതുണ്ടോ എന്ന് മനസ്സിലാക്കുവാനും സാധിക്കും. ഇ-സഞ്ജീവനി വഴി എങ്ങനെ ഡോക്ടറെ കാണാം? ഇതിനായി നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, eSanjeevani.in സന്ദർശിക്കാം. അല്ല എങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തും നമുക്ക് ഇ-സഞ്ജീവനി ഡോക്ടർമാരെ സന്ദർശിക്കാം. ഇപ്പൊ നമ്മുടെ മുമ്പിൽ കാണുന്നത് ഇ-സഞ്ജീവനിയുടെ വെബ്സൈറ്റ് ആണ്. അവിടേക്ക് നമ്മൾ എങ്ങനെ എത്താമെന്ന് ഇ-സഞ്ജീവനി എന്ന് ഗൂഗിളിൽ അടിച്ചാൽ തന്നെ നമുക്ക് ലഭിക്കുന്നത് ഇ-സഞ്ജീവനി OPD സേഫ് ഹോം OPD നാഷണൽ eSanjeevani.in എന്നുള്ള പോർട്ടലാണ്, വെബ്സൈറ്റാണ്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് നമുക്ക് തുറന്നു വരുന്നതും ഇവിടെ നമുക്ക് കുറേയധികം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ തന്നെ ആദ്യമായി കൊടുത്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചറിയാം. അതിന്റെ എബൌട്ട് എന്ന പേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ കാണുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും. നാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് ആണിത്. ഇ-സഞ്ജീവനിയിൽ എങ്ങനെ കയറാം എന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. ഫീഡ്ബാക്ക് ആണ് ഇതിന് സപ്പോർട്ട് നൽകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് ഹോം, എബൌട്ട്, ഇ-സഞ്ജീവനി OPD, പേഷ്യന്റ് പ്രൊഫൈൽ, ടൈമിങ്സ്, FAQ, കോണ്ടാക്ട്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് പേഷ്യന്റ് രജിസ്ട്രേഷൻ ഉണ്ട്, പേഷ്യന്റ് ലോഗിൻ ഉണ്ട്, ഡോക്ടർ ലോഗിൻ ഉണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന്റെ സ്ഥിതിവിവര കണക്കുകളാണ്. ഇത്രയും നാളായി ടോട്ടൽ കൺസൾട്ടേഷൻ അവേഴ്സ്, എത്ര മണിക്കൂർ ഇത് ആൾക്കാർ ഉപയോഗിച്ച് കൺസൾട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഏകദേശം 1.5 ലക്ഷം മണിക്കൂറുകൾ ആൾക്കാർ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം 355 ഡോക്ടർമാർ ഇതിൽ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. രോഗം കണ്ടീകരിക്കാൻ വേണ്ടി 2 മിനിറ്റ് 40 സെക്കൻഡോളം ഇവിടെ ഒരു ഡോക്ടർമാർ ആവറേജ് യൂസ് ചെയ്യുന്നു എന്നാണ് ഇവരുടെ കണക്ക്. 7 മിനിറ്റ് 44 സെക്കൻഡാണ് ഒരു പേഷ്യന്റ് വെയിറ്റ് ചെയ്യേണ്ട സമയമെന്ന് പറയുന്നു. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല, തിരക്കുള്ളപ്പോൾ മാക്സിമം ആണ് അവർ പറയുന്നത്, ആവറേജ്. ഇവിടെ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ഡോക്ടറെ കാണുവാൻ നമ്മൾ ആദ്യമായി വേണ്ടത് വെരിഫൈ യുവർ മൊബൈൽ നമ്പർ. നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ച് OTP വെച്ച് വെരിഫൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ജനറൽ ടോക്കൺ നമുക്ക് ലഭിക്കും. നോട്ടിഫിക്കേഷൻ കിട്ടുന്ന മുറയ്ക്ക് ലോഗിൻ ചെയ്ത് നമുക്ക് ഡോക്ടറുടെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഊഴമെത്തുമ്പോൾ ഡോക്ടറെ കണ്ട് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ തരുന്നതാണ്. പ്രിസ്ക്രിപ്ഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇവിടെയുള്ള ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഓൺലൈൻ OPD, റിയൽ ടൈം ടെലിമെഡിസിൻ, സ്റ്റേറ്റ് സർവീസ് ഡോക്ടേഴ്സ്. അതായത് ഓരോ സംസ്ഥാനങ്ങൾക്കും അതാത് സംസ്ഥാനങ്ങളിലെ ഡോക്ടർമാരാണ് നമ്മളെ ചികിത്സിക്കുന്നത്. അതുകൊണ്ട് ഭാഷാ വ്യത്യാസമോ ഒന്നും പ്രശ്നമല്ല. നമ്മുടെ നാട്ടിലെ സാധാ മലയാളികളായ ഡോക്ടർമാർ തന്നെയായിരിക്കും നമ്മളെ ചികിത്സിക്കാൻ വേണ്ടി എത്തുന്നത്. വീഡിയോ കൺസൾട്ടേഷൻ ഉണ്ട്, ചാറ്റിംഗ് ഉണ്ട്. ഇതൊരു ഫ്രീ സർവീസ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പേഷ്യന്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മൊബൈൽ നമ്പർ നൽകാം. അത് കഴിഞ്ഞ് നമ്മുടെ സംസ്ഥാനം ഏതാണെന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. സംസ്ഥാനം സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ നമുക്ക് 2 ചോദ്യങ്ങളാണ് വരുന്നത്. ജനറൽ OPD വേണോ, സ്പെഷ്യാലിറ്റി OPD വേണോ? ജനറൽ OPD എന്നാൽ ജനറൽ മെഡിസിൻ ആണ്.
എല്ലാ രോഗങ്ങൾക്കും ഈ ഡോക്ടറെ നമുക്ക് കാണാവുന്നതാണ്. അല്ല, നമുക്ക് നമ്മുടെ രോഗങ്ങൾ ഇന്ന സ്പെഷ്യൽ ഗ്രൂപ്പിൽ പെട്ടതാണ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഡോക്ടർമാരെ കാണിക്കേണ്ടതാണെന്നാണ് നമുക്ക് അറിയുന്ന ഒരാളാണെങ്കിൽ സ്പെഷ്യാലിറ്റി OPD സെലക്ട് ചെയ്യാവുന്നതാണ്. അവിടെ നമുക്ക് ഏതാണ് സ്പെഷ്യൽ ആയിട്ടുള്ള മെഡിസിനൽ ബ്രാഞ്ച് വേണ്ടത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് OPD അത് തന്നെ വീണ്ടും ഞാനിപ്പോൾ ഡെറ്റർമോളജി eSanjeevani OPD കേരളയാണ് എടുത്തിരിക്കുന്നത്. അവിടെ തന്നെ അതിൻ്റെ OPD സെക്ഷൻ വന്നു. അപ്പോൾ നമുക്ക് OTPക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാം. 30 സെക്കൻഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ OTP ഇവിടെ വന്നിട്ടുണ്ട്. OTP എൻ്റർ ചെയ്ത് ഓക്കെ അടിക്കാവുന്നതാണ്. അപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ആയ ഒരാളുടെ ആണെങ്കിൽ അയാളുടെ പേരും വിവരങ്ങളും എല്ലാം ഇവിടെ വരുന്നതാണ്. ആദ്യ പേര്, നടുക്കത്തെ പേര്, അവസാനത്തെ പേര്, അങ്ങനെ എല്ലാ വിവരങ്ങളും നമ്മൾ നൽകണം. പ്രായം, സംസ്ഥാനം, ജില്ല, അടുത്തുള്ള പട്ടണം, അഡ്രസ്സ്, പിന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ആണാണോ പെണ്ണാണോ എന്നുള്ള വിവരങ്ങൾ നമ്മൾ കൊടുക്കണം. അത് കഴിഞ്ഞ് ഹെൽത്ത് റെക്കോർഡ്സ് ഉള്ളവർക്ക്, അതായത് എന്തെങ്കിലും മുൻ രോഗങ്ങളുള്ളവർക്ക് ആ രോഗങ്ങൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് ജനറൽ ടോക്കണിന് വേണ്ടി പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു മെസ്സേജ് കിട്ടുകയാണ്, യുവർ പേഷ്യൻ്റ് ID ആൻഡ് ടോക്കൺ നമ്പർ ഹാവ് ബീൻ സെൻഡ് ടു യുവർ രജിസ്റ്റർ മൊബൈൽ. അത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് പേഷ്യൻ്റ് IDയും ടോക്കൺ നമ്പറും സെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ ഊഴത്തിനായിട്ട് ഇനി വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ നമ്മുടെ മെസ്സേജ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നൽകിയിരിക്കുന്നത് യൂസർ യുവർ കൺസൾട്ടേഷൻ വിത്ത് ടോക്കൺ നമ്പർ KL 1224 eSanjeevani OPD 14/6/21. അതായത് നമുക്ക് തന്നിരിക്കുന്നത് OPD ടോക്കൺ നമ്പർ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി പേഷ്യൻ്റ് ലോഗിൻ ചെയ്യുന്നത് മൊബൈൽ നമ്പറും ടോക്കൺ നമ്പറും വെച്ചാണ്. ഇവിടെ നമുക്ക് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മുടെ ടോക്കൺ നമ്പർ തന്നിട്ടുണ്ട്. ആ ടോക്കൺ നമ്പർ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ടോക്കൺ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്തു. അപ്പം നമുക്കൊരു റൂം തുറന്നു വന്നിട്ടുണ്ട്. വെയിറ്റിംഗ് റൂമാണ്, കൺസൾട്ടേഷൻ റൂമുണ്ട്. അപ്പം വെയിറ്റിംഗ് റൂമിൽ ക്യൂ നമ്പർ 2 ആണ് നമ്മളുള്ളത്. ഇപ്പോൾ ഡോക്ടർമാർ 4 ആണ് ഓൺലൈനിലുള്ളത്. താഴെ നമുക്ക് പേഷ്യൻ്റ് ഡീറ്റെയിൽസ് കാണാം. അവിടെ ടോക്കൺ നമ്പറുണ്ട്. അപ്പോൾ നമുക്ക് ഹെൽത്ത് റെക്കോർഡ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ക്യൂവിൽ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. വെയിറ്റിംഗ് റൂമാണ്. വെയിറ്റിംഗ് റൂമിൽ ഇപ്പോൾ 2 പേരാണുള്ളത്. ഇപ്പോൾ ക്യൂ നമ്പർ 2 ആണ് നമ്മൾ. ഇപ്പോൾ നമ്മൾ ഡോക്ടർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ക്യൂ നമ്പർ 1 ആയിട്ടുണ്ട്. അപ്പം വെയിറ്റിംഗ് റൂമിൽ നമ്മളാണ് ഇനിയിപ്പം നെക്സ്റ്റ്. ഓക്കെ, ഡോക്ടർ കൺസൾട്ടിങ് റൂമിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് കോൾ നൗ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യണം. കോൾ നൗ എന്ന ബട്ടൺ പ്രസ് ചെയ്തു. അപ്പം നമുക്ക് കൗണ്ട് ഡൗൺ വരുന്നുണ്ട്. കൗണ്ട് ഡൗൺ കഴിഞ്ഞ് ഡോക്ടറുമായിട്ട് കണക്റ്റ് ആവുന്നു. അപ്പം നമ്മളിപ്പോൾ കൺസൾട്ടിങ് റൂമിലാണ്. അപ്പോൾ ഡോക്ടറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് ഡോക്ടറുമായിട്ട്
കണക്റ്റ് ആവുന്നതാണ്. നമ്മുടെ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഡോക്ടറിനോട് കണക്റ്റ് ആവേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഓണായി. യെസ്, ഡോക്ടറിൻ്റെ വീഡിയോ വന്നു. നമുക്ക് ഡോക്ടറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. ഓപ്ഷനുണ്ട്. ഇപ്പോൾ ഡോക്ടറോട് നമുക്ക് നമ്മുടെ രോഗവിവരങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഫ്രീ ആയിട്ട് ഡോക്ടറോട് നമ്മുടെ രോഗവിവരങ്ങൾ പറയുന്നു. അപ്പോൾ ഡോക്ടർ എന്തൊക്കെയാണ് വേണ്ടത് ചോദിച്ചറിയാനുള്ളത്. നമ്മൾ സാധാരണ നേരെ ഒരു ഡോക്ടറെ കണ്ട് എന്തൊക്കെയാണ് കാണുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡോക്ടറോട് രോഗവിവരങ്ങൾ പറയുന്നതും ഡോക്ടർ എന്തൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത് എന്നുള്ളതൊക്കെ സെയിം അതേ പാറ്റേൺ തന്നെയാണ് ഇവരും ചോദിച്ച് കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഡയഗ്നോസിസൊക്കെ ചെയ്ത് ലാസ്റ്റ് അവർ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ തരികയാണ്. പ്രിസ്ക്രിപ്ഷൻ അവർ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്ത് നമുക്ക് തരും. അപ്പോൾ നമുക്കത് ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. അതായത് ഒരു സോഫ്റ്റ് കോപ്പി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. സാധാരണ ഡോക്ടർമാർ ചോദിച്ചറിയുന്ന പോലെ ഈ ഡോക്ടറും നമ്മളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും മറ്റും നമുക്ക് തരുന്നതാണ്. ഇനി ഡോക്ടർ ഇത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇനി ലഭിക്കുന്നത് പ്രിസ്ക്രിപ്ഷനാണ്. പ്രിസ്ക്രിപ്ഷൻ്റെ കൂടെ നമുക്ക് ഡോക്ടറെ റേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് നൽകുന്നതാണ്. പ്രിസ്ക്രിപ്ഷൻ പേജിൽ നമുക്ക് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസും അഡ്രസ്സും ഫോൺ നമ്പറും വയസ്സും മറ്റും കാണാവുന്നതാണ്. നമ്മൾ കൺസൾട്ട് ചെയ്ത തീയതിയും കൺസൾട്ട് ചെയ്ത ഐഡിയും കാര്യങ്ങളും ഇതിൽ കാണാവുന്നതാണ്. ഡോക്ടർ നമുക്ക് കഴിക്കേണ്ട മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ഉപദേശങ്ങളോ മറ്റും നമുക്ക് ഇതിൽ നൽകുന്നതാണ്. വേറൊരു ആശുപത്രി കാണിക്കണമെങ്കിൽ അതിനുള്ള റെഫറലും നൽകുന്നതാണ്. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഫയൽ സേവ് ചെയ്യാവുന്നതാണ്. ഈ ഫ്രീ ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ സംരംഭം അറിയാത്ത കുറേ പേരും ഇപ്പോഴുമുണ്ട്. അറിഞ്ഞിട്ട് ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയാത്ത കുറേ പേരുമുണ്ട്. നമുക്ക് ഇത്രയും ഫ്രീ ആയിട്ടൊരു നല്ലൊരു സർവീസ് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് പ്രൈവറ്റ് ആശുപത്രികളിൽ പ്രൈവറ്റ് ഡോക്ടർമാരെ അല്ലെങ്കിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ ക്യൂ നിന്ന് OP ടിക്കറ്റ് എടുത്ത് ഡോക്ടർമാരെ തിക്കും തിരക്കിലും പോയി മരുന്ന് മേടിക്കണം? ഈ സൗകര്യം നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കുക. ഇനി ഫോണിൽ കൂടി നമ്മൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന്, ഇതാണ് eSanjeevani ആപ്പിൻ്റെ ഐക്കൺ. eSanjeevani OPD സ്റ്റേ ഹോം. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസാണ് ലഭിക്കുന്നത്. പേഷ്യൻ്റ് രജിസ്ട്രേഷൻ, ജനറൽ ടോക്കൺ, പേഷ്യൻ്റ് ലോഗിൻ, പേഷ്യൻ്റ് പ്രൊഫൈൽ എന്നീ 3 എണ്ണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. വെബ്സൈറ്റിൽ കാണുന്ന അതേ 3 ഓപ്ഷൻസ് തന്നെയാണ് ഇത്. നമുക്കിനി പേഷ്യൻ്റ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ജനറൽ ടോക്കണിലേക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. അവിടെ ചെല്ലുമ്പോൾ ആദ്യമേ കാണുന്നത് ടൈമിങ്സ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അതിന് താഴെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ കേരളം സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് കാണാം ജനറൽ OPD, പിന്നെ സ്പെഷ്യാലിറ്റി OPD. ഇവിടെ സ്പെഷ്യാലിറ്റി എന്ന് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് നമുക്ക് കാണാം. ഇതെല്ലാം നമ്മൾ വെബ്സൈറ്റിൽ കണ്ട പോലെ തന്നെയാണ് ആപ്പിലുമുള്ളത്. OPD സ്പെഷ്യാലിറ്റി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിനുശേഷം നമുക്ക് പേഷ്യൻ്റ് ലോഗിൻ കാണാം. പേഷ്യൻ്റ് ലോഗിനിൽ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ പേഷ്യൻ്റ് ID നൽകി ടോക്കൺ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്ത ടോക്കൺ അനുസരിച്ച് കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റുന്നത്. അതിന് താഴെ പേഷ്യൻ്റ് പ്രൊഫൈലിൽ നമ്മൾ മൊബൈൽ നമ്പർ നൽകി OTP വെച്ച് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസും പ്രിസ്ക്രിപ്ഷൻസും ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ആഡ് ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും ഇവിടെ നമുക്ക് സാധിക്കും. സ്മാർട്ട് ഫോണിലുള്ള ഏതൊരാൾക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതാണ് eSanjeevani ആപ്ലിക്കേഷൻ. രാവിലെ 8 മുതൽ തൊട്ട് വൈകുന്നേരം 8 മണി വരെയാണ് ജനറൽ OPD സമയങ്ങൾ. മറ്റ് OPD സമയങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ eSanjeevani വെബ്സൈറ്റിൽ കയറി ടൈമിങ്സ് എന്ന ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവരങ്ങൾ അറിയാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റിൽ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കുക. താങ്ക് യു.